ലോഞ്ച് ചെയ്യാൻ. ഈ വണ്ടി ഓടിക്കുകയാണെങ്കിൽ വണ്ടി സ്പോർട്സ് മോഡിലിട്ട് ഓടിക്കണം. അതിലാണ് വണ്ടിയുടെ ട്രൂ പവർ ഇരിക്കുന്നത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് 2020 മോഡൽ ടാറ്റ ഹാരിയർ XZ+ മോഡലാണ്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 2020 മോഡൽ XZ+ ടാറ്റ ഹാരിയറാണ് BS6. സോ ഇത് വണ്ടി നേരത്തെ ഇതിന് മുന്നേ വന്നിരുന്നതിൻ്റെ ഫേസ് ലിഫ്റ്റ് വണ്ടിയാണ്. സോ ഇതിൽ 170 bhp ക്രയോടെക് എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇത് ഇനിഷ്യൽ ഹാരിയർ ലോഞ്ച് ആയി കഴിഞ്ഞ് പിന്നെ വന്ന സെക്കൻഡ് ഫേസ് ലിഫ്റ്റ് മോഡലാണ്. ആൻഡ് വണ്ടി മാനുവലാണ്, വണ്ടി ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ്. സോ ഗൈസ്, അപ്പോൾ ഞാൻ വണ്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു തരാം. വണ്ടി റെഡ് ആയതുകൊണ്ട് വണ്ടി കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ വണ്ടിയിൽ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ഒക്കെയാണ് വരുന്നത്. സോ ഗൈസ്, അപ്പോൾ വണ്ടി ടോട്ടലി കാണാൻ നല്ല ബൾക്കി ഫീലാണ്. വണ്ടി ടോട്ടലി കാണാൻ നല്ല വലിയ വണ്ടിയാണ്. വണ്ടി അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ആണ്. വണ്ടി എവിടെ കൊണ്ടുവന്നാലും അതുപോലെ വണ്ടിയിൽ വരുന്നത് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. അതുപോലെ വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് 235/65 R17 ആണ്. 17 വീൽസ് ആണ് വണ്ടിയിൽ വരുന്നത്. വണ്ടി ഏകദേശം കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ആയിട്ടുള്ള വണ്ടിയാണ്. വണ്ടിയിൽ ചെറിയ ചെറിയ മോഡ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ വണ്ടിയുടെ കാലിപ്പർ റെഡ് അടിച്ചിട്ടുണ്ട്, ബാക്കിൽ ബ്രേക്കിൻ്റെ ഡ്രം അതുപോലെ റെഡ് അടിച്ചിട്ടുണ്ട്. അതുപോലെ വണ്ടിയിൽ ഫുഡ് സ്റ്റെപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വണ്ടി ഓപ്പൺ ചെയ്ത് ഇവിടെ നമുക്ക് ഹാരിയറിൻ്റെ ഇലിമിനേറ്റഡ് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ റിയർ സൈഡിലോട്ട് വരുമ്പോൾ ടോട്ടലി നമുക്കൊരു ബൾക്കി ഫീലാണ് കിട്ടുന്നത്. ഇവിടെ ആയിട്ട് സെൻട്രലായിട്ട് നമുക്ക് ടാറ്റയുടെ വലിയൊരു ലോഗോ കാണാം. ഇവിടെ ആയിട്ട് ഹാരിയറിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. താഴെയായിട്ട് നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തേക്കുന്നത് കാണാം. അതുപോലെ വണ്ടിയുടെ സ്പെയർ വീൽ വരുന്നത് അടിയിലാണ്. അത് നമുക്ക് ഒരു മാക്സിമം ഇത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാലും നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. അതുപോലെ വണ്ടിയിൽ റിയർ വൈപ്പേഴ്സ് ആൻഡ് റിയർ ഡിഫോഗേഴ്സ് വരുന്നുണ്ട്. വണ്ടിയുടെ സൈഡ് വൈസ് ലുക്സ് ആണെങ്കിൽ ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് ക്രോം എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും ഒരു ഹാരിയറിൻ്റെ ബാഡ്ജിങ് കൊടുത്തേക്കുന്നത് കാണാം. വണ്ടിക്ക് ഒരു ഷാർപ്പിൻ ആൻറ്റിനെയാണ് കൊടുത്തേക്കുന്നത്. വണ്ടിയുടെ ഡോർ ഹാൻഡിൽസിലൊക്കെ ചെറിയ ക്രോം എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഞാൻ ഇനി വണ്ടിയുടെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് വണ്ടിയുടെ കീ വരുന്നത്. കീയിൽ തന്നെ നമുക്ക് ബൂട്ട് അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. കീയിൽ തന്നെ അൺലോക്ക് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ 425 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ് വണ്ടിക്ക് വരുന്നത്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള നല്ല ബൂട്ട് സ്പേസ് ഉണ്ട് വണ്ടിക്ക്. പാഴ്സൽ ട്രേ ആണെങ്കിലും അത്യാവശ്യം നല്ല വൈഡ് ആൻഡ് ലാർജ് ആയിട്ടുള്ള പാഴ്സൽ ട്രേ ആണ് വണ്ടിയിൽ വരുന്നത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട്. 2 kg വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. അവിടെ 2 kg എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ജാക്കി പ്ലേസ് ചെയ്തേക്കുന്നത് ഇവിടെ ആയിട്ടാണ് വണ്ടിയുടെ ആഡ് ബ്ലൂ ഫിൽ ചെയ്യുന്നത്. ആൻഡ് ഈ സൈഡിലായിട്ട് വണ്ടിയുടെ സബ് വൂഫർ നമുക്ക് കാണാം. JBLൻ്റെ സബ് വൂഫറാണ്. JBLൻ്റെ സിസ്റ്റമാണ് വണ്ടിയിൽ ടോട്ടലായിട്ട് വരുന്നത്. വണ്ടിയുടെ മ്യൂസിക് സിസ്റ്റത്തിനെ പറ്റിയൊക്കെ നമുക്ക് ഇൻറ്റീരിയറിൽ കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഈ ഒരു സെക്ഷൻ അടിയിലായിട്ടും നമുക്ക് കുറച്ച് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാം. അതുപോലെ വണ്ടിയുടെ ഫ്രണ്ട് ഏരിയ നോക്കുകയാണെങ്കിലും ഭയങ്കര മാസീവ് ലുക്കാണ്. വണ്ടിക്ക് ഭയങ്കര റോഡ് പ്രസൻസ് ആണ്. ആൻഡ് വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലോട്ട് വരുമ്പോൾ സെൻട്രലായിട്ട് നമുക്ക് ടാറ്റയുടെ വലിയൊരു ലോഗോ കാണാം. ഇവിടെ ആയിട്ട് ഹാരിയറിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. ഇത് പുറത്തുനിന്ന് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്താണെന്ന് തോന്നുന്നത്. അതുപോലെ വണ്ടിയുടെ DRLs രണ്ടും വൈറ്റ് ആണ് വരുന്നത്. ഞാനത് ഇട്ട് കാണിക്കാം. അതുപോലെ വണ്ടിക്ക് ഇവിടെ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. വണ്ടിയിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള റിയർ വ്യൂ മിറേഴ്സ് ആണ് വരുന്നത്. ഫുള്ളി അഡ്ജസ്റ്റബിൾ ആൻഡ് ഓട്ടോ ഫോൾഡിംഗ് ഉള്ള മിറേഴ്സ് ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ വണ്ടിയിൽ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ആൻഡ് ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് വരുന്നുണ്ട്. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലും മാനുവലായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഇൻറ്റീരിയറിൽ കയറിയിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് കയറാം. സോ ഗൈസ്, അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയറിലോട്ട് കയറാൻ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ടാറ്റയുടെ ലോഗോ പ്ലേസ് ചെയ്തേക്കുന്ന വലിയൊരു സ്റ്റിയറിംഗ് വീലാണ്. ഇതിൽ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള കൺട്രോൾസ്, അതുപോലെ ട്രാക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്, വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ കൺട്രോൾ, അതുപോലെ ബ്ലൂടൂത്ത് പേരിങ്, കാൾ അറ്റൻഡ് ചെയ്യാൻ, ഡിക്ലൈൻ ചെയ്യാൻ, അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ക്രൂയിസ് കൺട്രോൾസ് വരുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ അതുപോലെ MIDയുടെ കൺട്രോൾസും ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. MIDയിൽ നമുക്ക് മൈലേജ്, ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ളത്, ടോർക്ക് സെറ്റിങ്സ്, ഡിസ്റ്റൻസ് ടു MD, ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കണോമി, ഇതെല്ലാം ട്രിപ്പ് A, B ഇതെല്ലാം നമ്മൾ മാനുവർ ചെയ്യുന്നത് ഈ ബട്ടൺ വെച്ചാണ്. അപ്പ് ആൻഡ് ഡൗൺ. സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഹെഡ് ലാംപ്സ് ആൻഡ് ഇൻഡിക്കേറ്റർ കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ ഹെഡ് ലാംപ്സ് ഓട്ടോയിലോട്ട് സ്വിച്ച് ചെയ്യാൻ, മാനുവലിലോട്ട് മാറ്റാം. അതുപോലെ ലെഫ്റ്റ് സൈഡിലായിട്ട് വൈപ്പർ കൺട്രോൾസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് വൈപ്പർ ഓട്ടോയിലോട്ട് ഇടാം, മാനുവലായിട്ട് ഇടാം. സോ ഗൈസ്, അപ്പോൾ വണ്ടിയിൽ വരുന്നത് ഒരു അനലോഗ് ആൻഡ് ഡിജിറ്റൽ കോമ്പിനേഷനിലുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സ്പീഡോമീറ്റർ കാണാം. ആൻഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് RPM മീറ്റർ കാണാം. ഇതിൻ്റെ നടുക്കായിട്ടൊരു MID കൊടുത്തിട്ടുണ്ട്, മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് നമുക്ക് ആഡ് ബ്ലൂവിൻ്റെ കപ്പാസിറ്റി കാണാം. റൈറ്റ് സൈഡിൽ ടെമ്പറേച്ചർ കാണാം. ഇവിടെ ആയിട്ട് വണ്ടിയുടെ ഓഡോമീറ്റർ കാണാം. ആൻഡ് വണ്ടി ഇപ്പം DRL ഓൺ ആണ്. അതിൻ്റെയാണ് താഴെ ചെറിയൊരു ഐക്കൺ കാണുന്നത്.
ഇവിടെ ടോപ്പിലായിട്ട് ടൈം ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് കാണാം. ഇവിടെ സൈഡിലായിട്ട് പുറത്തെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കൊടുത്തേക്കുന്നത് കാണാം. ആൻഡ് ഗൈസ് ഇവിടെ ആയിട്ട് വണ്ടിയുടെ മിറർ കൺട്രോൾസ് കൊടുത്തേക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ അഡ്ജസ്റ്റബിൾ മിറേഴ്സാണ് വണ്ടിയിൽ വരുന്നത്. സോ ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റും റൈറ്റും ഇട്ട് രണ്ട് സൈഡിലെ മിറേഴ്സും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വണ്ടി കീലെസ് ആണ്. ഇവിടെ ആയിട്ട് വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത്. അതുപോലെ വണ്ടിയുടെ ഫുള്ളി ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ് ഹാരിയറിലെ XZ+. സോ വണ്ടിയിൽ ടോട്ടൽ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഒരു എയർ ബാഗിൻ്റെ വാണിംഗ് കാണാം. ഇവിടെ 2 പില്ലേഴ്സിലും കാണാം. അതുപോലെ വണ്ടിയിൽ പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് സൺറൂഫ് ഓപ്പൺ ചെയ്ത് സൺറൂഫിൻ്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. സോ നമുക്കിപ്പം സിംഗിൾ ടച്ചിൽ വേണമെങ്കിൽ ക്ലോസും ചെയ്യാം. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ബ്ലൈൻഡ് മാത്രം ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ബ്ലൈൻഡ് മാത്രമായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഫംഗ്ഷനും ഉണ്ട്. കിഡിലും വ്യൂ ആണ്. ബ്ലൈൻഡ് മാത്രമായിട്ട് മാറ്റിയിട്ട് ഓടിച്ചാലും അടിപൊളിയാണ്. അത്യാവശ്യം നല്ല എയറി ഫീലാണ്. വണ്ടിക്കകത്ത് നല്ല വെട്ടവും അടിപൊളിയാണ്. സോ ഇവിടെ ആയിട്ടാണ് വണ്ടിയുടെ AC കൺട്രോൾസ് ഒക്കെ വരുന്നത്. ഇവിടെ നമുക്ക് AC ടേൺ ഓഫ് ചെയ്യാം, ഓട്ടോമാറ്റിക്കിലോട്ട് ചേഞ്ച് ചെയ്യാം, ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ബാക്കി കോമൺ AC കൺട്രോൾസ് ഒക്കെ ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ആയിട്ട് 2 AC വെൻറ്റ്സ് വരുന്നുണ്ട്. സോ ഇവിടെ ആയിട്ട് വണ്ടിയുടെ മോഡ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇപ്പം ഇത് എക്കോ മോഡാണ്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഇപ്പം എക്കോയിലാണ്. സോ ഗൈസ് അപ്പോൾ ഇത് പിന്നെ വണ്ടി സ്പോർട്സ് മോഡിലോട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. വണ്ടി സ്പോർട്സിലോട്ട് ചേഞ്ച് ചെയ്യാം. വണ്ടി ഇപ്പോൾ സ്പോർട്സ് മോഡിലാണ് കറൻ്റ് കിടക്കുന്നത്. വണ്ടിയിൽ ഡിഫോൾട്ട് മോഡ് വരുന്നത് സിറ്റിയാണ്. സിറ്റി മോഡിലാണ് വണ്ടി ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. ആൻഡ് വണ്ടിയുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. UA ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത UA ആണ്. കുഴപ്പമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിമ്പിളായിട്ട് അത്യാവശ്യം കുഴപ്പമില്ല. മാരുതിയിലൊക്കെ വരുന്ന അത്ര സിമ്പിളാണോയെന്ന് ചോദിച്ചാൽ അത്ര സിമ്പിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്നാലും കുഴപ്പമില്ലാത്തതാണ്. പിന്നെ ഇതിൽ വയർലെസ് ആയിട്ട് ആൻഡ്രോയിഡ് ഓട്ടോയും കാർപ്ലേ ഒന്നും വരുന്നില്ല. നമുക്ക് വയേർഡ് ആയിട്ടേ വരുന്നുള്ളൂ. ഇത് 2020 മോഡലാണ്. ആ ടൈമിൽ ഈ വണ്ടിയിൽ അങ്ങനെ ആയിരുന്നു വന്നിരുന്നത്. ഇപ്പം വണ്ടിയുടെ ഗിയറിൽ വരുന്ന ഫ്രണ്ടിലായിട്ട് നമുക്കൊരു നോബ് കാണാം. ഇതിൽ നമുക്ക് വണ്ടിയുടെ മോഡ്സ് കൺട്രോൾ ചെയ്യാനുള്ള നോബാണ്. ഇതിലായിട്ട് നമുക്ക് വണ്ടി ഇപ്പം റഫ് റോഡ് മോഡിലോട്ട് മാറ്റാം. വേണമെങ്കിൽ വണ്ടി തിരിച്ച് സ്വിച്ച് ചെയ്തിട്ട് സിറ്റിയിലോട്ട് മാറ്റാം. ഒന്നുകൂടെ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി വെറ്റ് മോഡിലോട്ട് മാറുന്നതാണ്. സോ അതെല്ലാം കൂടെ ഇത് അനൗൺസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ നോബിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ESP ടേൺ ഓൺ ആൻഡ് ടേൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ആൻഡ് റൈറ്റ് സൈഡിലായിട്ട് ഹിൽ ഡിസൈൻ കൺട്രോൾസിൻ്റെ ടേൺ ഓൺ ആൻഡ് ടേൺ ഓഫ് ബട്ടൺ ഉണ്ട്. അതുപോലെ വണ്ടിയിൽ ഇവിടെ ആയിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഫോൺ പേസ് അതൊക്കെ കീ ഒക്കെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. ഇതിനടിയിലായിട്ട് നമുക്കൊരു USB പോർട്ട് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ഓക്സ് പോർട്ട് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ആയിട്ട് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ആംബ്രസ്റ്റിനകത്ത് നമുക്കൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. കൂളിംഗ് ഫംഗ്ഷനോടുള്ള സ്റ്റോറേജ് ആണ്. ആൻഡ് ഇതിനകത്ത് നമുക്കൊരു 12 വോൾട്ട് സോക്കറ്റ് കാണാം. ആൻഡ് റൈറ്റ് സൈഡിലൊരു USB പോർട്ട് കാണാം. മറ്റ് വണ്ടികളിൽ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഡിഫറെൻറ്റ് ഹാൻഡ് ബ്രേക്ക് ഡിസൈനാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ വണ്ടിയിൽ ഡ്രൈവർ സീറ്റ് ഫുള്ളി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഹൈറ്റ് ആണെങ്കിലും ഫ്രണ്ടിലോട്ടുള്ള മൂവ്മെൻ്റ് ആണെങ്കിലും വണ്ടിയുടെ റിക്ലൈൻ ആണെങ്കിലും എല്ലാം കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. സോ ഗൈസ് അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ റിയർ സൈഡിലോട്ട് കയറാം. സോ ഇപ്പോൾ റിയർ സൈഡിലാണെങ്കിലും വണ്ടിയിൽ അത്യാവശ്യം നല്ല ലെഗ് റൂമും അതുപോലെ വണ്ടിയുടെ തൈ സപ്പോർട്ടൊക്കെ ഡീസൻറ്റ് തൈ സപ്പോർട്ടാണ്. ഡീസൻറ്റ് തൈ സപ്പോർട്ട് റിയർ സീറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ XZ+ വേരിയൻറ്റിൽ കമ്പനി സ്റ്റോക്ക് കൊടുക്കുന്ന സീറ്റ് കവേഴ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഈ ഒരു കോഫി ബ്രൗൺ കളർ, ഈ സൈഡിലുള്ള ലെതർ റാപ്പിങ്സ് ആണെങ്കിലും ഈ ഓവറോൾ ടോട്ടൽ സീറ്റിൻ്റെ കവേഴ്സിൻ്റെ ഒക്കെ ക്വാളിറ്റി ആണെങ്കിലും അടിപൊളിയാണ്. ടോട്ടലി വണ്ടി ഫുള്ളി ഫീച്ചർ ലോഡഡ് ആണ്. അതുപോലെ തന്നെ വണ്ടിയിൽ ഈ ലെതർ ഫിനിഷിങ്ങും അതുപോലെ ഇവിടെയൊക്കെയുള്ള ലെതർ റാപ്സും എല്ലാം നമുക്ക് ടോട്ടലി വണ്ടി മൊത്തത്തിലൊരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. ഈ റൈറ്റ് സൈഡിൽ ഇവിടെ ആയിട്ടും ആൻഡ് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ആയിട്ടും വണ്ടിയിൽ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് പോർഷനിൽ ഇവിടെയും ലാമ്പ് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ സ്പീക്കർ സിസ്റ്റത്തിനെ പറ്റി പറയാനാണെങ്കിൽ JBLൻ്റെ 9 സ്പീക്കേഴ്സ് വരുന്ന സ്പീക്കർ സിസ്റ്റമാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ട്യൂട്ടർ കാണാം. ഇവിടെ ഡോർ സൈഡിൽ ഇവിടെ ആയിട്ട് സ്പീക്കറുകൾ കാണാം. സോ വണ്ടിയുടെ ഓഡിയോ ക്വാളിറ്റി അടിപൊളിയാണ്. വണ്ടിയുടെ സ്റ്റീരിയോ അടിപൊളിയാണ്. കിഡിലൻ ഓഡിയോ ക്വാളിറ്റിയാണ് വണ്ടിക്കകത്ത്. അതുപോലെ റിയറിൽ ഞാൻ നേരത്തെ ഡിക്കി കാണിച്ചപ്പോൾ സബ് വൂഫർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാക്കിൽ 2 ഡോറിലും നമുക്ക് ട്യൂട്ടേഴ്സ് കാണാൻ പറ്റും. ഇവിടെയുണ്ട്. ഇവിടെ JBLൻ്റെ ബാഡ്ജിങ് ഒക്കെ കാണാം. ഇപ്പോൾ ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് ഞാൻ അത്യാവശ്യം നോർമൽ ഇടുന്നതിനെക്കാട്ടി കുറച്ചും കൂടി ബാക്കിലോട്ട് ഇറക്കിയിട്ടേക്കാണ്. ഞാൻ അങ്ങനെ നോക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ലെഗ് റൂമിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഡീസൻറ്റ് ലെഗ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് റിയർ ഡോറിൽ ഇവിടെ ആയിട്ട് നമുക്ക് ഡോർ അൺലോക്ക് ആൻഡ് ഓപ്പൺ ചെയ്യാനുള്ള ലിവർ കാണാം. ഇവിടെ ആയിട്ട് പവർ വിൻഡോയുടെ കൺട്രോൾസ് കാണാം.
അതുപോലെ വണ്ടിയുടെ റിയർ AC വെൻസ് വരുന്നത് ഇവിടെയായിട്ടാണ്. ഇവിടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും 2 AC വെൻസ് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ റിയർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെയായിട്ട് ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഫോണൊക്കെ പ്ലേസ് ചെയ്യാം. ആൻഡ് ഇതിന് അടിയിലായിട്ടാണ് നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നത്. പെട്ടെന്ന് നമുക്ക് ഈസിലി ആക്സസിബിൾ അല്ല. ഇത് കുറച്ചുകൂടെ മേളിൽ കൊടുത്തിരുന്നത് നല്ലതായിരുന്നു. നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല ഇവിടെ പോർട്ട് ഉണ്ടെന്ന്. പക്ഷേ ഇവിടെ അവർ പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ റിയർ സീറ്റിലാണെങ്കിലും 2 ഹെഡ് റെസ്റ്റേ വരുന്നുള്ളൂ. സെൻറ്ററിൽ ഹെഡ് റെസ്റ്റ് വരുന്നില്ല. അതുപോലെ സെൻറ്ററിൽ നമുക്ക് ഒരു ആം റെസ്റ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ ഡോർ പോക്കറ്റ്സ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇവിടെ നമുക്കൊരു ബോട്ടിലൊക്കെ വെക്കാം. ഇവിടെയായിട്ട് പിന്നെ ചെറിയൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങളെ ഇനി കോ ഡ്രൈവർ സീറ്റിലൂടെ കയറി കാണിച്ചു തരാം. വണ്ടിയുടെ കോ ഡ്രൈവർ സീറ്റിലാണെങ്കിലും അത്യാവശ്യം നല്ല ലെഗ് റൂം വരുന്നുണ്ട്. ഇപ്പോൾ സീറ്റ് ഒത്തിരി ബാക്കിലോട്ടൊന്നും ഇറക്കിയിട്ടേക്കല്ല. എന്നിട്ട് തന്നെ അത്യാവശ്യം നല്ല ലെഗ് റൂം ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. അതുപോലെ കോ ഡ്രൈവർ സീറ്റിൽ ഡോർ പോക്കറ്റ്സിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡോർ പോക്കറ്റ്സ് ആണ്. അതുപോലെ ഫ്രണ്ട് ഗ്ലൗ ബോക്സിലാണെങ്കിലും ചെറിയൊരു ലാമ്പ് കൊടുത്തിട്ടുണ്ട് അകത്ത്. ആൻഡ് ഇവിടെ ആയിട്ട് ചെറിയൊരു ട്രേ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാം. ഇവിടെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ്. ഈ സൈഡിലായിട്ട് AC വെൻറ്റ് കൊടുത്തേക്കുന്നത് കാണാം. ഇവിടെ ആയിട്ട് എയർ ബാഗിൻ്റെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ സൺവൈസേഴ്സിൽ ഒരു എയർ ബാഗിൻ്റെ വാണിംഗ് കാണാം. ഇതിനകത്തായിട്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് സൺവൈസർ ആണെങ്കിലും നോർമൽ ഒരു സൺവൈസർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ടിക്കറ്റ് ഹോൾഡേഴ്സ് ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് സീറ്റിൽ ഇവിടെ ആയിട്ട് ലംബർ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റിവർ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ലംബർ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. നമുക്കിപ്പോൾ ലോങ് ഡ്രൈവ്സിലൊക്കെ നടുവിനൊക്കെ നല്ല സപ്പോർട്ടാണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ലെവൽസിൽ ഈ ലിവറിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ വണ്ടിയിൽ ഓട്ടോ ഡിമ്മിങ് മിറേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. മാനുവൽ അല്ല, ഓട്ടോ ഡിമ്മിങ് വരുന്ന മിറേഴ്സ് ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഓണറിനോട് വണ്ടിയുടെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. വണ്ടിയുടെ ഓണർ എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. സോ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവനെ ഒന്ന് പരിചയപ്പെടുത്താം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്, വണ്ടിയുടെ ഓണർ. പേരെന്താന്ന് പറയും? ഓക്കെ, വണ്ടി ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ഞാനങ്ങനെ ഹാരിയർ പ്രിഫർ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഹോണ്ട ബ്രീ ആയിരുന്നു നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടി. അപ്പോൾ ഇച്ചിരി ഒരു SUV ടൈപ്പ് വണ്ടി വേണമെന്നുള്ളായിരുന്നു. ഹാരിയർ ഒരു ഓപ്ഷൻ ആയിരുന്നു. വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വണ്ടി ഇങ്ങനെ കിട്ടിയപ്പോൾ അവൈലബിൾ ആയിരുന്നുണ്ട്. ഞാൻ പിന്നെ ഇതന്നെ ഈ വണ്ടി എടുക്കുന്ന ടൈമിൽ വേറെ ഏതൊക്കെ വണ്ടി പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു? വണ്ടി കുറേ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോണ്ട ബ്രീ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇച്ചിരി ഒരു ബെറ്റർ, അതിന് സെഡാൻ ആണെങ്കിലും കുറച്ച് SUV ആണെങ്കിലും ഏതായിരുന്നു കുഴപ്പമില്ല. പിന്നെ 2015-13 ആ ടൈപ്പ് ഒരു ഫോർച്യൂണർ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുറച്ച് ബഡ്ജറ്റ് ഇഷ്യൂവും പിന്നെ ഈ ടാക്സ് ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ ഞാൻ കുറച്ച് പിന്നെ നമുക്കത് അങ്ങോട്ട് എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിൽ ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടി 2020-21 മോഡൽ വണ്ടി എടുക്കാമെന്ന് വിചാരിച്ച് ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യും. SUV തന്നെ വേണമെന്നുള്ളത്. SUV തന്നെ വേണമെന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ഫാമിലി 4-5 മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും ഒന്ന് ഇപ്പോൾ നേരത്തെ ഉപയോഗിച്ചിരുന്നത് പറഞ്ഞല്ലോ ആ ഒരു സെഗ്മെന്റ് അല്ലാത്തതുകൊണ്ട് അതിനെക്കാൾ ഇച്ചിരി ഒരു വലിയൊരു സെഗ്മെന്റ് ഉള്ള വണ്ടി വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹാരിയർ പ്രിഫർ ചെയ്തത്. ഞാൻ XUV 500 നോക്കിയായിരുന്നു. ഇതിനൊപ്പം തന്നെ നോക്കിയത് XUV 500. പക്ഷേ അത് നല്ല ടോപ്പ് മോഡൽ എൻ്റെ ബഡ്ജറ്റ് ഒത്ത് കിട്ടിയില്ല. ഇതാകുമ്പോൾ നമുക്ക് ബഡ്ജറ്റിന് നല്ലൊരു വണ്ടി കിട്ടിയുണ്ട്. വണ്ടി കിട്ടിയ നീറ്റ്ലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഷോറൂമിൽ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിയുടെ കെയർ ഓഫിൽ പുള്ളി വണ്ടിയുടെ കാര്യമൊക്കെ എൻക്വയർ ചെയ്ത് അതുകൊണ്ട് നല്ലൊരു വണ്ടി കൊണ്ടാണ് ഇത് ചൂസ് ചെയ്യുന്നത്. പിന്നെ തന്നെ ചൂസ് ചെയ്യും. ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ താങ്ക്സ്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. സോ നമ്മൾ ഹാൻഡ് ബ്രേക്കൊക്കെ മാറി വണ്ടി നമുക്ക് കുറച്ച് സൈഡിലോട്ടൊന്ന് ഒതുക്കിയിടാം. ഇവിടെ സേഫ്റ്റി ഫസ്റ്റ്, നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയിൽ വരുന്ന ക്രയോടെക് 170 bhp എഞ്ചിനാണ്. സോ വണ്ടിക്ക് പീക്ക് പവർ വരുന്നത് 170 bhp ആണ്. അതിൻ്റെ ഒരു പെർഫോമൻസ് വണ്ടി കൊണ്ട് വണ്ടി കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി പറന്ന് കയറും. പിന്നെ വണ്ടിയുടെ NVH ലെവൽസ് ഒന്നും അത്രയ്ക്ക് ഓക്കെ ഒന്നുമില്ല. നമുക്ക് എൻജിൻ നോയ്സൊക്കെ ക്യാബിനകത്തോട്ട് കുറച്ചൊക്കെ വരുന്നുണ്ട്. ഓക്കെയാണ്. എക്സലൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ എക്സലൻ്റ് അല്ല. എൻജിൻ നോയ്സ് കുറച്ചൊക്കെ ക്യാബിലോട്ട് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിയിൽ ഡ്രൈവർ സൈഡ് നമുക്ക് ലംബർ സപ്പോർട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് നടുവിന് നല്ല സപ്പോർട്ടുണ്ട്. ഞാൻ നേരത്തെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ബിഗ് കാർ ഡ്രൈവിംഗ് ഫീൽ നമുക്ക് കിട്ടും. വണ്ടി അത്ര ഹെവിയാണ്. വണ്ടി റോഡിൽ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്യും. വണ്ടിക്ക് നല്ല സ്റ്റെബിലിറ്റിയാണ്. വണ്ടി ഇപ്പോൾ ഹൈ സ്പീഡ്സിലൊക്കെ ആണെങ്കിലും വണ്ടി അടിപൊളിയാണ്.
സോ വണ്ടിക്ക് 5 സ്റ്റാർ സേഫ്റ്റി വരുന്നുണ്ട്. ഹാരിയറിൻ്റെ സേഫ്റ്റി അറിയാമല്ലോ, ടാറ്റയുടെ സേഫ്റ്റി നിങ്ങൾ വീഡിയോസും റീൽസും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സോ വണ്ടി ടോട്ടലി വണ്ടി ഒരു ടാങ്കാണ്. വണ്ടി റോക്ക് സോളിഡ് ആയിട്ടാണ് വണ്ടി ബിൽഡ് ചെയ്തേക്കുന്നത് ടാറ്റ. ആൻഡ് വണ്ടിയുടെ പെർഫോമൻസും അടിപൊളിയാണ്. വണ്ടി ജസ്റ്റ് ആക്സിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി 100 സിമ്പിളായിട്ടാണ് എത്തുന്നത്. 120 കയറി വണ്ടി സിമ്പിളായിട്ടാണ് 120 അടിക്കുന്നത്. ചെറിയൊരു സ്ട്രെച്ചിൽ തന്നെ നമുക്ക് 120 ഈസി ആയിട്ട് പുള്ളി ചെയ്യാം. നമുക്കിപ്പോൾ ആവറേജ് മൈലേജ് കാണിക്കുന്ന 8 km/ലിറ്റർ ആണ്. നോർമലി 8 to 12, 8 to 13 ഹാരിയറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മറ്റൊരു ഫ്രണ്ടിന് ഹാരിയർ ഉണ്ട്. അതിലാണെങ്കിലും നമുക്കൊരു 8 to 13 അല്ലെങ്കിൽ 14 മൈലേജ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ലോങ്ങൊക്കെ പോയപ്പോഴും ചെക്ക് ചെയ്തിട്ടും ഒരു 13.8, 14 മൈലേജ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നോർമലി എത്ര മൈലേജ് കിട്ടാറുള്ളത് ഇതിന് യൂസ് ചെയ്യുമ്പോൾ? ഞാൻ ലാസ്റ്റ് ഇതുപോലെ എനിക്ക് ട്രിവാൻഡ്രം വരെ പോകേണ്ട വന്നപ്പോൾ എനിക്കൊരു 50-60 വരെ കാണിച്ചു. അത് കണ്ടിന്യൂസ് ഡ്രൈവിംഗിൽ കണ്ടിന്യൂസ് ഡ്രൈവിംഗിൽ എനിക്ക് ഒരു സെയിം സ്പീഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് റോഡും ക്ലിയർ ആയിരുന്നു അത്യാവശ്യം. പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയപ്പോൾ ഒരു 15-16 വരെ കാണിച്ചു എനിക്ക് മൈലേജ്. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടി ഇനി സ്പോർട്സ് മോഡിലോട്ട് ഇട്ടൊന്ന് ഓടിച്ച് നോക്കാം. വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ കിടക്കുന്ന ഈ സ്പോർട്സ് മോഡിലാണ്. അപ്പോൾ നമുക്ക് വണ്ടി ലോഞ്ച് ചെയ്യാം. സ്പോർട്സ് മോഡിൽ വണ്ടി പറക്കും. ഈ വണ്ടി ഓടിക്കുകയാണെങ്കിൽ വണ്ടി സ്പോർട്സ് മോഡിലിട്ട് ഓടിക്കണം. അതിലാണ് വണ്ടിയുടെ ട്രൂ പവർ ഇരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഹാരിയറിൻ്റെ റിവ്യൂ. ഗൈസ്, അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഹാരിയർ XZ Plusന്റെ വീഡിയോസ്. ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.